തിരുവനന്തപുരം ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 10 മണിയോടുകൂടി സംസ്കൃതം കോളേജിന്റെ ഭാഗത്തു നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. അലറി വിളിച്ച് കരയുന്നതിനിടയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാൻ ആ കുട്ടികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ ഓടി വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ അവരോട് കാര്യം തിരക്കി. വിദ്യാർത്ഥികൾ അവരെയും കൂട്ടി സമീപത്തുള്ള ഒരു കെട്ടിടത്തിന്റെ വശത്തേക്കാണ് കൊണ്ടുപോയത്. വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയ മറ്റുള്ള ആളുകളാകട്ടെ നടുങ്ങിപ്പോവുകയും ചെയ്തു. ആ കെട്ടിടത്തിന്റെ ജനാലയിൽ ഒരാൾ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അടിവസ്ത്രം മാത്രമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അയാളുടെ കാലിൽ കൂടി രക്തം ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവിടുത്തെ തന്നെ വാച്ചറായ ഐസക്കാണ് അവിടെ തൂങ്ങി നിൽക്കുന്നതെന്ന് ഓടിക്കൂടിയ ആളുകൾക്ക് വ്യക്തമായി. വിവരമറിഞ്ഞ് പ്രദേശത്തുള്ള ആളുകളൊക്കെ അവിടേക്ക് ഓടിയെത്തി. അപ്പോഴേക്ക് സംഭവം പോലീസ് സ്റ്റേഷനിലും അറിഞ്ഞിരുന്നു. തൂങ്ങി നിൽക്കുന്ന ഐസക്കിന്റെ കഴുത്തിൽ ലുങ്കി ഉപയോഗിച്ചാണ് കെട്ടിയിരിക്കുന്നത്. ഐസക് ആത്മഹത്യ ചെയ്തതാണെന്ന് ഒരു വിഭാഗം ആളുകളും, എന്നാൽ ഐസക്കിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് മറ്റൊരു വിഭാഗം ആളുകളും ആരോപിച്ചു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സംഘം അതിവേഗം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. തൂങ്ങി മരിച്ചു നിൽക്കുന്ന വാച്ച്മാനായ ഐസക്കിന്റെ ഭാര്യ സൂസി ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ കൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ ഭർത്താവ് ഐസക് വീട്ടിലേക്ക് മടങ്ങിയെത്താറുള്ളതാണ്. എന്നാൽ അന്ന് അദ്ദേഹം മടങ്ങിയെത്താത്ത സാഹചര്യത്തിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കോളേജിൽ നിന്നുള്ള വാർത്ത ഭാര്യ സൂസി അറിയുന്നത്. വിവരമറിഞ്ഞ് അവരും സംഭവസ്ഥലത്തേക്ക് എത്തി. സംഭവസ്ഥലത്തെത്തിയ രാഷ്ട്രീയ നിരീക്ഷകർ ഇതൊരു കൊലപാതകം തന്നെയാണെന്നും ആ വ്യക്തിയെ ആരോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും പോലീസുകാർ ഇക്കാര്യം സീരിയസ് ആയി തന്നെ അന്വേഷിക്കണമെന്നുമൊക്കെ അഭിപ്രായപ്പെട്ടു. കെട്ടിത്തൂങ്ങി നിൽക്കുന്ന നിലയിലുള്ള ബോഡി താഴേക്ക് അഴിച്ചിറക്കി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ശരീരത്തിലുള്ള ഓരോ മുറിവും വിശദമായി തന്നെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. ഐസക്കിന്റെ ശരീരത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന മുറിവുകളാണ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരതൊക്കെ ഉടൻ തന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏതോ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഐസക്കിന്റെ തുടയിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെയധികം പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ഐസക്കിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിരവധി മുറിവുകളും ചതവുകളും ഐസക്കിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഐസക്കിന്റെ കഴുത്തിലേക്ക് ലുങ്കി ഉപയോഗിച്ച് കെട്ടിട്ടതിന് ശേഷം വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുകയാണ്. കൈലി വരിഞ്ഞു മുറുകിയതിന്റെ ഭാഗമായി കഴുത്ത് ഏകദേശം അടർന്ന നിലയിലായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തു. വാച്ചറുടെ മരണം കൊലപാതകമാണെന്ന തരത്തിലുള്ള വാർത്തകൾ തൊട്ടടുത്ത ദിവസം തന്നെ നാടാകെ പരന്നു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രത്യേക പരാതി ലഭിച്ചതിന്റെ ഭാഗമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ തയ്യാറെടുക്കപ്പെട്ടു. അന്വേഷണത്തിന്റെ ഭാഗമായി SIT രൂപീകരിച്ചപ്പോൾ അന്വേഷണം കുറച്ചുകൂടി വിപുലമാവുകയും ചെയ്തു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംഭവം നടന്ന ദിവസം എടുത്ത ഫോട്ടോസുമായി സംഭവം നടന്ന സ്ഥലത്തെത്തി ഐസക് തൂങ്ങി നിന്ന ആ ജനാല വിശദമായി പരിശോധിച്ചു. ആ ജനാലയും ഫോട്ടോസും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഐസക് തൂങ്ങിയതല്ല എന്നും ഐസക്കിനെ ആരോ തൂക്കിയതാണെന്നുമുള്ള കാര്യം വ്യക്തമായി. ഐസക്കിനെ പോലെ അത്രയധികം പൊക്കമുള്ള ഒരു വ്യക്തിയെ കെട്ടിത്തൂക്കണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല. ഒന്നിലധികം പേർ ചേർന്ന് നടത്തിയ കൃത്യം തന്നെ ആയിരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രാഥമിക നിഗമനത്തിലെത്തി. വൈകുന്നേരം കോളേജ് ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ പിന്നെ ആരും ഉണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ ഐസക്കിനെ ആരായിരിക്കാം അതിക്രൂരമായി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതെന്ന് പോലീസിന് സംശയം തോന്നി. കോളേജിന്റെ സ്ട്രോങ് റൂമിൽ പരീക്ഷാ പേപ്പറുകൾ സൂക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ട്രോങ് റൂമിന് 5 അംഗ സംഘമായ പോലീസുകാർ കാവലുണ്ട്. അവരവിടെ കാവൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഐസക്കിന് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു സംശയം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തോന്നിയപ്പോൾ തന്നെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി എത്തി. പരാതി നൽകിയിരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ തന്നെയാണ്. സംഭവം നടന്ന ദിവസം രാത്രി 10 മണിക്ക് ശേഷം പ്രിൻസിപ്പാളിന്റെ വീട്ടിലേക്ക് ഐസക് വന്നിരുന്നു. ഐസക് എത്തിയത് ഒരു പരാതി പറയാനാണ്. ഐസക് കൃത്യമായി ചെയ്യുന്ന ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. രാത്രികാലങ്ങളിൽ പലപ്പോഴും കോളേജ് കോമ്പൗണ്ടിനകത്തേക്ക് ചാടി മദ്യപിക്കുന്ന ഒരു സംഘം ആ പ്രദേശത്തൊക്കെയുണ്ട്. അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ കണ്ടാൽ ഉടൻ തന്നെ ഐസക് അവിടെ നിന്നും അവരെ അടിച്ചോടിക്കുന്നത് പതിവായിരുന്നു. 10 മണിയാകുന്നതോടുകൂടി ഐസക് ഗേറ്റ് പൂട്ടുകയും ചെയ്യും. ഒരു തരത്തിലുള്ള അന്യായവും അനുവദിച്ചു കൊടുക്കാത്ത വ്യക്തി കൂടിയാണ് ഐസക്. എപ്പോഴും പരീക്ഷാ പേപ്പറുകൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ അവിടെ കാവലുള്ളത് സ്ഥിരമാണ്. രാത്രിയിൽ ഡ്യൂട്ടിയുള്ള 5 പോലീസുകാരും അവിടെ തന്നെ ഉണ്ടാകേണ്ടത് നിയമവ്യവസ്ഥയിലുള്ളത് തന്നെയാണ്. എങ്കിലും പലപ്പോഴും പല പോലീസുകാരും ആരും അറിയാതെ സെക്കൻഡ് ഷോയ്ക്ക് പോയി മടങ്ങി വരുന്നത് പതിവായിരുന്നു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോലീസുകാർ പലപ്പോഴും മടങ്ങിയെത്തുന്ന സമയത്ത് ഐസക് ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുണ്ടാകുന്ന സമയത്തൊക്കെ പോലീസുകാർ മതില് ചാടി അകത്തേക്ക് കടക്കാറാണ് പതിവ്. അങ്ങനെ ചാടുന്ന സമയത്തൊക്കെ ഐസക്കുമായി പോലീസുകാർ വാക്കുതർക്കം ഉണ്ടാകുന്നതും പതിവാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് 5 അംഗ സംഘം മടങ്ങി വരുന്ന സമയത്ത്
ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഐസക് അവിടെ ഉണ്ടാകണമെന്ന് പലതവണ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും 10 മണിക്ക് ശേഷം ഒരാൾക്ക് പോലും ഗേറ്റ് തുറന്നു കൊടുക്കാൻ താൻ തയ്യാറാവില്ല എന്ന നിലപാടിൽ തന്നെ ഐസക് ഉറച്ചു നിൽക്കും. സ്ട്രോങ് റൂമിന് 24 മണിക്കൂറും കാവലുള്ള പോലീസുകാർ ഗവൺമെന്റിനെ കബളിപ്പിച്ച് സിനിമയ്ക്ക് പോകുന്നത് ഐസക്കിന് യോജിപ്പില്ലാത്ത കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള ഉരസൽ നിലനിൽക്കുന്ന സമയത്താണ് ഐസക് പരാതിയുമായി പ്രിൻസിപ്പാളിനെ സമീപിക്കുന്നത്. പതിവ് പോലെ 10 മണിയോടുകൂടി ഗേറ്റ് അടയ്ക്കാൻ ഐസക് ചെന്ന സമയത്തായിരുന്നു പോലീസുകാർ മനഃപൂർവ്വം ഐസക്കിനോട് വഴക്കുണ്ടാക്കാനെത്തിയത്. വാക്കുതർക്കം പിന്നീട് അടിപിടിയിലാണ് കലാശിച്ചത്. പോലീസുകാരുടെ കയ്യിൽ നിന്നും ഐസക്കിന് നിരവധി തല്ലും കിട്ടി. തല്ല് കിട്ടിയ ഐസക് ഓടിയെത്തിയത് പ്രിൻസിപ്പാളിന്റെ വീട്ടിലേക്കാണ്. അദ്ദേഹം ഓടിയെത്തി പ്രിൻസിപ്പാളിനോട് പരാതി നൽകുകയും ചെയ്തു. ഇന്ന് രാത്രി പോലീസുകാരുമായി വഴക്കിന് പോകരുതെന്നും നാളെ രാവിലെ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഐസക്കിനെ അവിടെ നിന്നും പ്രിൻസിപ്പാൾ യാത്രയാക്കിയത്. അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഏകദേശം 12 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് കോളേജിന് പിൻഭാഗത്തുള്ള കെട്ടിടത്തിന്റെ ജനാലയിൽ ഐസക്കിനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തിയത്. ഇക്കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ പ്രിൻസിപ്പാൾ പോലീസുകാർക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഐസക്കിന്റെ മരണത്തിൽ തനിക്ക് സംശയമുണ്ടെന്നും ഐസക് തന്റെ അടുത്തേക്ക് പരാതിയുമായി എത്തിയിരുന്നു എന്നും അങ്ങനെ പരാതിയുമായി എത്തിയ ഐസക്കിനെ ഒരുപക്ഷെ പോലീസുകാർ തന്നെ അപായപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം തനിക്കുണ്ടെന്നുമായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുൻപാകെ പ്രിൻസിപ്പാൾ സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കന്റോൺമെന്റ് സ്റ്റേഷനിലെ പോലീസുകാർ പരാതി കിട്ടിയെങ്കിലും അന്വേഷണം കാര്യമായിട്ടൊന്നും നടത്താൻ തീരുമാനിച്ചില്ല. എന്നാൽ അതേസമയം ജനരോഷം ഇരമ്പുകയും ചെയ്തു. സംഭവം നടന്ന ദിവസം ആ കോമ്പൗണ്ടിനുള്ളിൽ ഐസക്കും ആ പോലീസുകാരുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നും പ്രതികളായ പോലീസുകാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും ജനരോഷം ഉയർന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു തുടങ്ങി. ഈ സമയത്തായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് SITയുടെ കൈകളിലേക്ക് കിട്ടുന്നത്. ശ്വാസം മുട്ടിയാണ് ഐസക് മരിച്ചിരിക്കുന്നത്. ഐസക്കിനെ കെട്ടിത്തൂക്കുന്ന സമയത്ത് അയാൾക്ക് ജീവനുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഐസക്കിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളും ചതവുകളുമാണ്. ബൂട്ടിട്ട് ചവിട്ടിയതിന്റെ പാടുകളും തോക്കിന്റെ പാത്തി വെച്ച് അടിച്ചതിന്റെ പാടുകളും ഒക്കെ ശരീരത്തിലുണ്ടായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ തോക്കിന്റെ ബയണറ്റ് വെച്ച് ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, പ്രത്യേകിച്ച് തോക്കിൽ ഉപയോഗിക്കുന്ന ബയണറ്റ് പോലെയുള്ള ഭാഗം വെച്ച് ആഴത്തിൽ മുറിവുണ്ടാക്കിയിരിക്കുകയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഐസക്കിന്റെ മരണത്തിന് പിന്നിൽ പോലീസുകാർ തന്നെ എന്നുള്ള സംശയം ഉയർന്നു വന്നു. എന്നാൽ SITക്ക് വേണ്ടത് ആളുകളുടെ അഭിപ്രായങ്ങളായിരുന്നില്ല, ശക്തമായ തെളിവുകളായിരുന്നു. ഐസക്കിന്റെ തുടയിലെയും രഹസ്യഭാഗങ്ങളിലെയും മുറിവുകളുമായി പോലീസുകാരുടെ കൈവശമുള്ള തോക്കുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ബയണറ്റുമായി കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ തെളിവായി മാറുമെന്ന് SITക്ക് വ്യക്തമായി. രണ്ടാമത്തെ പ്രധാന കാര്യം, തുടയിലെ രക്തം പോലീസുകാരുടെ കൈവശമുള്ള തോക്കുകളിലെ ബയണറ്റിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഐസക്കിന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന ലുങ്കിയിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തക്കറയാണ്. അത് ഐസക്കിന്റേതല്ലാതെ മറ്റൊരു വ്യക്തിയുടേതാണെന്ന് തെളിയുകയാണെങ്കിൽ ഐസക്കിന്റേത് കൊലപാതകം തന്നെ എന്ന് ഉറപ്പിക്കാൻ കഴിയും. ഐസക്കിനെ കെട്ടിത്തൂക്കിയ ഭാഗമൊക്കെ വളരെ വിശദമായി ക്ലീൻ ചെയ്തിരിക്കുന്നത് SITയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നിട്ടും ഐസക്കിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിവന്ന രക്തം അവിടെ വീണ് കിടക്കുകയാണ്. കെട്ടിത്തൂക്കിയ സ്ഥലത്ത് വെച്ചല്ല ഐസക്കിനെ കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായതും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ട ഓഫീസേഴ്സ് കോളേജിനകം മുഴുവൻ അരിച്ചുപറക്കി തുടങ്ങി. അന്വേഷണ സംഘം അന്വേഷിച്ചെത്തിയത് ഐസക്കിന്റെ ഗാർഡ് റൂമിലേക്കാണ്. ഗാർഡ് റൂം തുറന്ന പോലീസ് സംഘം ഞെട്ടിപ്പോയി. ആ മുറിക്കകമൊക്കെ വളരെ വിദഗ്ധമായി അടുക്കിപ്പറക്കി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. ഏതോ വ്യക്തികൾ ആ മുറിക്കുള്ളിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് SITക്ക് വ്യക്തമായി. ആ മുറിക്കുള്ളിൽ എന്തൊക്കെയോ തെളിവുകൾ ഉണ്ടായിരുന്നു. ആ തെളിവുകളൊക്കെ തുടച്ചു മായ്ച്ച് നീക്കം ചെയ്തിരിക്കുകയാണ്. എങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ മുറിയൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വാഷ് ബേസിന്റെ ഭാഗത്തുള്ള ഒരു പൈപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ പൈപ്പിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫോറൻസിക് ടീമിനെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ആ പൈപ്പ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. സ്ട്രോങ് റൂമിന് കാവൽക്കാരായി നിന്നിരുന്ന 5 പോലീസുകാരിൽ 4 പേർ മാത്രമേ ഇപ്പോൾ സംഭവസ്ഥലത്തുള്ളൂ. കൂട്ടത്തിലൊരു പോലീസുകാരനായ വിജയകുമാർ എന്ന വ്യക്തി സമീപത്തുള്ള ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇതറിഞ്ഞ അന്വേഷണ സംഘം വിജയകുമാറിനെ കാണുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. എങ്ങനെയാണ് പരിക്ക് പറ്റി ആശുപത്രിയിലായതെന്നുള്ള SITയുടെ ചോദ്യത്തിന് വിജയകുമാറിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഐസക്കുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് ഐസക് തന്നെ പുതിരെ തല്ലി ആശുപത്രിയിലാക്കിയതാണെന്നായിരുന്നു വിജയകുമാർ പോലീസിന് മൊഴി നൽകിയത്. ആ മൊഴിയെ ശരിവെക്കുന്ന തരത്തിലാണ് ബാക്കി 4 ഉദ്യോഗസ്ഥരും SITക്ക് മൊഴി നൽകിയത്. എന്നിരുന്നാലും ഒരു കാര്യം 5 പോലീസുകാരും SITയോട് സമ്മതിച്ചിരിക്കുകയാണ്. സംഭവം നടന്ന ദിവസം രാത്രിയിൽ സിനിമ കാണാൻ പോകുന്നതിനെ ചൊല്ലി ആ 5 പോലീസുകാരും ഐസക്കും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും അത് പിന്നീട് തല്ലിൽ കലാശിച്ചുവെന്നുമാണ് അവർ SITയോട് മൊഴി നൽകിയിരിക്കുന്നത്. തല്ലിന്റെ അവസാനം ഐസക് അവിടെ നിന്ന് എങ്ങോട്ടോ പോയെന്നും തങ്ങളും പിൻവാങ്ങിയെന്നും പിന്നീട് കാണുന്നത് ഐസക് ബിൽഡിംഗിന്റെ സമീപമുള്ള ജനാലയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ചയാണെന്നും 5 പേരടങ്ങുന്ന പോലീസ് സംഘം SITയോട് പറഞ്ഞു. പോലീസുകാർക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത് പോലീസുകാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സമരവുമായി രംഗത്തിറങ്ങി.
SITക്ക് മേൽ ഇത് വലിയൊരു പ്രഷർ തന്നെ ചുമത്തി. എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാകട്ടെ കാത്തിരുന്നത് കൊല്ലപ്പെട്ട ഐസക്കിന്റെ ലുങ്കിയിൽ പറ്റിയിരിക്കുന്ന കറ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത ലാബിന്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ലാബ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ SIT പ്രതീക്ഷിച്ച പോലെ ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു അത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന പോലീസുകാരൻ വിജയകുമാറിന്റേത് A പോസിറ്റീവ് രക്തമാണ്. A പോസിറ്റീവ് രക്തം തന്നെയാണ് കൊല്ലപ്പെട്ട ഐസക്കിന്റെ ലുങ്കിയിലുണ്ടായിരുന്ന രക്തവും. പോലീസുകാരുമായി അടിപിടി ഉണ്ടാകുന്നതിനിടയിൽ സ്വാഭാവികമായും രക്തം ഐസക്കിന്റെ ലുങ്കിയിൽ പറ്റിപ്പിടിച്ചതാകാമെന്നും പോലീസുകാരുമായി എതിരിട്ടാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ഐസക് തൂങ്ങി മരിച്ചതായിരിക്കാമെന്നാണ് 5 പോലീസുകാരും SITയോട് പറഞ്ഞിരിക്കുന്നത്. ഐസക്കുമായി അടിപിടി ഉണ്ടാക്കിയ കാര്യം മാത്രം പോലീസുകാർ സമ്മതിക്കുന്നുണ്ട്. അവരാണോ തൂക്കിക്കൊന്നതെന്നുള്ള കാര്യം അവർ SITയോട് പറയുന്നതുമില്ല. അതുകൊണ്ട് തന്നെ SIT ആകെ ആശയക്കുഴപ്പത്തിലായി. ഫോട്ടോഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ ഒരു വ്യക്തിക്ക് സ്വന്തമായി ജനാലയിൽ അങ്ങനെ തൂങ്ങി മരിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു SITയുടെ സംശയം. ഐസക്കിന്റെ തുടയുടെ ഭാഗങ്ങളിൽ എങ്ങനെയാണ് തോക്കിന്റെ ബയണറ്റിന്റെ ഭാഗം തറഞ്ഞു കയറിയതെന്നുള്ള SITയുടെ ചോദ്യത്തിനും ആ 5 പോലീസുകാർക്കും മറുപടി ഉണ്ടായിരുന്നു. സംഘടന മൂത്തപ്പോൾ ഐസക്കിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പോലീസുകാരൻ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് ഉപയോഗിച്ചതാണെന്നായിരുന്നു പോലീസ് SITയോട് മറുപടി പറഞ്ഞത്. അങ്ങനെ തുട മുറിഞ്ഞ സമയത്താണ് ഐസക്ക് പിൻവാങ്ങിയതും അവിടെ നിന്നും ഓടിപ്പോയതും. പിന്നീട് ഐസക്കിന്റെ മരണവാർത്തയാണ് തങ്ങൾ അറിയുന്നതെന്ന് ആ 5 പോലീസുകാരും ആവർത്തിച്ച് SITക്ക് മുൻപാകെ മൊഴി നൽകി. SIT ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ആ 5 പോലീസുകാരുടെയും കൈവശമുണ്ട്. ഒരു തരത്തിലും അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ SITക്ക് കഴിയാതെ വന്നൊരു സാഹചര്യത്തിലാണ് മറ്റൊരു തെളിവ് കൂടി SITയെ തേടിയെത്തിയത്. ഐസക്കിന്റെ ഗാർഡ് റൂമിലെ വാഷ് ബേസിനിൽ നിന്നും ഊരിയെടുത്തിരിക്കുന്ന പൈപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തിന്റെ റിപ്പോർട്ട് ലാബിൽ നിന്ന് എത്തിയതായിരുന്നു അത്. ആ പൈപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഐസക്കിന്റെ രക്തം തന്നെയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 അംഗ പോലീസ് സംഘത്തിന്റെ മൊഴി വളരെ വിശദമായി തന്നെ SIT രേഖപ്പെടുത്തുകയും ആ മൊഴികളൊക്കെ അവരെ തന്നെ വായിച്ചു കേൾപ്പിച്ച് ഒപ്പിടിപ്പിച്ച് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു തരത്തിലും മൊഴിമാറ്റി പറയാതിരിക്കാൻ വേണ്ടിയായിരുന്നു SITയുടെ ആ നീക്കം. 5 പേരുടെയും മൊഴിയനുസരിച്ച് അവർ ഐസക്കിന്റെ മുറിയിലേക്ക് കടന്നു ചെന്നിട്ടേയില്ല. എന്നാൽ ഐസക്കിന്റെ രക്തം എങ്ങനെയാണ് വാഷ് ബേസിന് താഴെയുള്ള പൈപ്പിൽ തെറിച്ചതെന്നുള്ളതായിരുന്നു SITയുടെ സംശയം. അതുകൊണ്ട് തന്നെ 5 അംഗ സംഘത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചു. ആ ചോദ്യം ചെയ്യലിൽ 5 അംഗ പോലീസ് സംഘം പല നിർണായകമായ കാര്യങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞു തുടങ്ങി. സ്ട്രോങ് റൂമിന് കാവൽ നിന്നിരുന്ന 5 അംഗ പോലീസ് സംഘം രാത്രിയിൽ പുറത്തുപോയി സിനിമ കാണുന്നത് പതിവായിരുന്നു. അവർ മടങ്ങിയെത്തുമ്പോഴേക്കും ഐസക്ക് ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാകും. പലപ്പോഴും മതിൽ ചാടിയാണ് 5 അംഗ സംഘം അകത്ത് കടക്കാറുള്ളത്. പിന്നീട് അതൊരു ഈഗോയായി മാറി. ആ ഈഗോ വളർന്ന് ഐസക്കുമായുള്ള ഒരു ഉരസലിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർ രാത്രികാലങ്ങളിൽ സ്ട്രോങ് റൂമിന് കാവൽ നിൽക്കാതെ കറങ്ങി നടക്കുന്നത് ശരിയല്ല എന്നും താനിത് മുകൾ തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും ഐസക്ക് പറഞ്ഞത് പോലീസുകാരെ ചൂടിപ്പിച്ചു. അങ്ങനെയാണ് ആ രാത്രിയിൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രാത്രിയിൽ ഐസക്ക് പതിവ് പോലെ ഗേറ്റ് പൂട്ടാൻ പോകുന്ന സമയത്തായിരുന്നു പോലീസുകാർ മനഃപൂർവ്വം ഐസക്കുമായി ഉടക്കിയത്. ഐസക് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ അയാൾക്കിട്ട് നല്ല ഒരെണ്ണം കൊടുക്കണമെന്ന് മാത്രമേ പോലീസുകാർ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ വാക്കുതർക്കം പിന്നീട് വലിയ സംഘർഷമായി മാറുകയായിരുന്നു. ഉറച്ച ശരീരമുള്ള ഐസക് 5 അംഗ പോലീസ് സംഘത്തോട് അധികം നേരം പയറ്റി നിൽക്കുകയും ചെയ്തു. 5 അംഗ സംഘം ചേർന്ന് ഐസക്കിനെ നിലത്തിട്ട് ചവിട്ടുകയും ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ തോക്കിന്റെ ബയണറ്റ് റെഡിയാക്കി ഐസക്കിനെ കുത്തുകയും ചെയ്തു. തറയിൽ കിടക്കുകയായിരുന്ന ഐസക്കിന്റെ തുടയിലേക്ക് ആ ബയണറ്റ് കുത്തിയിറങ്ങിയതും അയാളുടെ പ്രതിരോധം അവസാനിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ കൂടി മുറിവേറ്റതോടെ ഐസക്ക് തീർത്തും ദുർബലനായി. ഐസക്കിനെ 5 അംഗ സംഘം വലിച്ചിഴച്ച് അയാളുടെ ഗാർഡ് റൂമിലേക്ക് കൊണ്ടുവരികയും അവിടെയിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ആ സമയത്തായിരുന്നു ഐസക്കിന്റെ രക്തം അവിടെയൊക്കെ ചിതറിത്തെറിച്ചത്. ഐസക്കിന്റെ മരണം ഉറപ്പാക്കിയ 5 പേരടങ്ങുന്ന സംഘം ഐസക്കുമായി പിൻഭാഗത്തുള്ള ബിൽഡിംഗിലേക്ക് പോവുകയും ജനാലയിൽ ഐസക്കിനെ കെട്ടിത്തൂക്കുകയും ചെയ്തു. ആ കാഴ്ച കാണുന്നവർ ഐസക്ക് തൂങ്ങി മരിച്ചതാണെന്ന് കരുതിക്കൊള്ളുമെന്ന് ആ 5 അംഗ സംഘം കരുതുകയും ചെയ്തു. എന്തായാലും ഒരു കേസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്ന് വ്യക്തമായതുകൊണ്ടാണ് വിജയകുമാറിനെ നേരത്തെ കൂട്ടി ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചത്. അന്വേഷണം പൂർത്തിയാക്കിയ SIT കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയിലാണ് വിചാരണ ആരംഭിച്ചത്. 5 പേർക്കും കോടതി വിധിച്ചത് ജീവപര്യന്തം തടവാണ്. ജീവപര്യന്തം ശിക്ഷ ലഭിച്ചതോടുകൂടി 5 അംഗ സംഘം ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹൈക്കോടതിയും ശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി കൂടി ശിക്ഷ ശരിവെച്ചതോടുകൂടി 5 അംഗ സംഘം സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് പട്നായിക്കിന്റെ ബെഞ്ചിലാണ് കേസ് എത്തിയത്. സെഷൻസും ഹൈക്കോടതിയും ശരിവെച്ച കാര്യങ്ങളൊക്കെ ഒരു തവണ കൂടി പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ ആവർത്തിച്ചു. സംഭവം നടന്ന ദിവസം സ്ട്രോങ് റൂമിന്റെ സൂക്ഷിപ്പുകാരായി 5 അംഗ പോലീസ് സംഘം ഡ്യൂട്ടിയിലുണ്ട്. ആ സമയത്ത് ഐസക്കും ഡ്യൂട്ടിയിലുണ്ട്. അതുകൊണ്ട് മാത്രം ഐസക്കിനെ അവരെങ്ങനെ കൊലപ്പെടുത്തിയെന്ന് പറയാനാകുമെന്നായിരുന്നു ഡിഫൻസിന്റെ വാദം. ഡിഫൻസ് ഉന്നയിച്ച മറ്റൊരു ചോദ്യം ഐസക്കിന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന ലുങ്കിയിലുണ്ടായിരുന്ന രക്തം വിജയകുമാർ എന്ന പോലീസുകാരൻ്റെതായതുകൊണ്ട് മാത്രം അവരാണ് അയാളെ തൂക്കിക്കൊന്നത് എന്ന് പറയാൻ എങ്ങനെ കഴിയുമെന്നുള്ളതായിരുന്നു. നേരത്തെ ഐസക്കും പോലീസുകാരും തമ്മിൽ സംഘട്ടനമുണ്ടായ സമയത്ത് ഐസക്കിന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തം ലുങ്കിയിൽ തെറിച്ചിട്ടുണ്ട്. വിജയകുമാറിന്റെ രക്തവും ആ ലുങ്കിയിൽ തെറിച്ചിട്ടുണ്ട്. അതേ ലുങ്കി ഉപയോഗിച്ചാണ് ഐസക്ക് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് ഡിഫൻസ് വാദിച്ചു. പോലീസുകാർ ഡ്യൂട്ടിയിലെത്തിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ.
ഐസക് ആകട്ടെ നേരത്തെ തന്നെ അവിടെ താമസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഐസക്കിന്റെ മുറിക്കുള്ളിലെ വാഷ്റൂമിന്റെ ഭാഗത്ത് കണ്ട പൈപ്പിലെ ഐസക്കിന്റെ തന്നെ രക്തം നേരത്തെ അയാളുടെ കയ്യോ കാലോ മുറിഞ്ഞപ്പോൾ തെറിച്ചതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി ഡിഫൻസ് വ്യക്തമാക്കി. 5 പോലീസുകാർ കാരണമാണ് വാഷ് ബേസിന്റെ താഴ്ഭാഗത്തുള്ള പൈപ്പിൽ ഐസക്കിന്റെ രക്തം തെറിച്ചത് എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഡിഫൻസ് ചോദിച്ച ഒരു ചോദ്യമാണ്. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ചില നിർണായക ചോദ്യങ്ങളാണ് സുപ്രീം കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചത്. മരണപ്പെട്ട ഐസക്കും പ്രതികളെ ആരോപിച്ചിരിക്കുന്ന 5 പോലീസുകാരും ഒരേ കോമ്പൗണ്ടിൽ തന്നെ ഒരേ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ആ പോലീസുകാരെങ്ങനെ പ്രതികളാകുമെന്നായിരുന്നു കോടതിയുടെ നിർണായക ചോദ്യം. അതുമാത്രവുമല്ല, കൂട്ടത്തിലൊരു പോലീസുകാരന്റെ രക്തം മരണപ്പെട്ട ഐസക്കിന്റെ ലുങ്കിയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ആ വ്യക്തി ഐസക്കിനെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്നായിരുന്നു കോടതിയുടെ മറ്റൊരു ചോദ്യം. ഒടുവിൽ ഒരു നിർണായക വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. സാഹചര്യ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ആ 5 പോലീസുകാരെ പ്രതികളായി ചിത്രീകരിച്ച സെഷൻസിന്റെയും ഹൈക്കോടതിയുടെയും വിധി തീർത്തും തെറ്റാണെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അതുകൊണ്ട് തന്നെ ആ 5 പോലീസുകാരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ആ 5 പേരും നിരപരാധികളാണെങ്കിൽ യഥാർത്ഥത്തിൽ ഐസക്കിനെ കൊന്നത് ആരാണ്? ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്.